ഞാൻ ചെറുപ്പത്തിലെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു മമ്മൂട്ടി ചിത്രം. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചിത്രത്തെക്കുറിച്ച് അറിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്ലിപ്പ് കണ്ടു. അതിൽ മമ്മൂട്ടിയും ഡയറക്ടർ രഞ്ജിത്തുമാണ് ഇരിക്കുന്നത്. അതിൽ തന്റെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് മമ്മൂട്ടി രഞ്ജിത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പറഞ്ഞത് ഇപ്രകാരമാണ്: ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞാലും അത് ഞാൻ തടഞ്ഞു നിർത്തിക്കോളാം എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് സക്കറിയ എന്ന്. അപ്പൊ ഇത് ഏത് സക്കറിയാണ്, ഏതാണ് ആ സിനിമ എന്ന് തപ്പിപ്പോയാണ് ഞാൻ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയിലെത്തുന്നത്. പത്മരാജന്റേതാണ് പടം. അപ്പൊ ഈ ചാനലിൽ മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പത്മരാജൻ ഭരതൻ ടീമിന്റെ സിനിമകൾ അഥവാ സോ കോൾഡ് ക്ലാസിക്കുകൾ തെരഞ്ഞു പിടിച്ച് കാണുന്ന ഒരാളൊന്നുമല്ല ഞാൻ. എന്ന് വെച്ചാൽ പഴയ കാലഘട്ട സിനിമകൾ എടുത്താലും കൂടുതലും IV ശശി ജോഷി സിനിമകളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊന്ന് കാണണമോ വേണ്ടയോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ മമ്മൂട്ടി തന്റെ ഒരു കഥാപാത്രത്തിന് ഇത്രയും ബിൽഡപ്പ് കൊടുത്തു വെച്ചതല്ലേ. ഓൾസോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മമ്മൂട്ടി സിനിമയാണ്. അപ്പൊ എന്താണ് ഇതിൽ ആ കഥാപാത്രം, കഥാപാത്രത്തിന്റെ സ്വഭാവം, ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ എന്ന് കരുതി ഞാൻ പടം കണ്ടു തുടങ്ങി. പടത്തിന്റെ ഒന്നാമത്തെ സീൻ മുതൽക്കേ നായകനുണ്ട്. ശേഷം നായകനും കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് ഒരിടത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. അവരെങ്ങോട്ടേക്കാണ് പോയത്, എന്തായിരുന്നു യാത്രാ ഉദ്ദേശം എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ബിക്കോസ് ഇൻ കേസ് ആരെങ്കിലും ഈ സിനിമ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇത് മാറ്റിവെക്കുന്നു. അപ്പോഴേക്കും നായകനും സംഘവും ഈ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു. അതൊരു നാടാണ്, അതായത് ഇവരുടേതല്ലാത്ത ഇവർ വരത്തന്മാരായ പുതിയൊരു നാട്. ഇവർക്ക് അവിടെ എത്തിപ്പെടേണ്ടത് ഒരു വീട്ടിലാണ്. വഴിതെറ്റാതെ തന്നെ ഇവർ അവിടെ എത്തുകയും ചെയ്യും. പക്ഷെ പിന്നീട് അങ്ങോട്ട് പടത്തില് ആ വീട്ടിലുള്ള ആളുകൾ, നാട്ടിലുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകും. ആൻഡ് സിനിമ മുന്നോട്ട് പോകും തോറും ഇത് സംസാരിക്കുന്നത് ജസ്റ്റ് ഒരു വിഷയമല്ല, അതായത് നായകന്റെയും സംഘത്തിന്റെയും കാര്യം മാത്രമല്ല ഇതിൽ പറയുന്നത്. ഇവരെത്തിപ്പെട്ട നാടിന്റെ മൊത്തം ജോഗ്രഫിയും പൊളിറ്റിക്സും ഒക്കെ അതിൽ വന്നു പോകുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും തോറും ഇതിന്റെ അറ്റമൊന്ന് കാണണമല്ലോ, ഇതെങ്ങനെയാണ് ചെന്ന് അവസാനിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും വന്നു. ഒടുക്കം വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലൂടെ പടം അവസാനിച്ചു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, അഗെയിൻ ഞാൻ ഈ പത്മരാജൻ സിനിമകളുടെ ആളല്ല, പക്ഷെ എന്നിരുന്നാലും ഇങ്ങനൊരു കഥാപാത്രം മമ്മൂട്ടി ഈ സിനിമയ്ക്ക് മുൻപോ ശേഷമോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, മീശ മുകളിലേക്ക് പിരിച്ചു വെച്ച് അലമുറയിടുന്ന വേറെയും മമ്മൂട്ടി കഥാപാത്രങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻസ്പെക്ടർ ബൽറാം. പക്ഷെ ഇവിടെ ക്യാരക്ടറിന്റെ മൊത്തം സെറ്റപ്പ് തന്നെ വേറെയാണ്. ആൻഡ് കോയിൻസിഡൻഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളത് 30 വർഷങ്ങൾക്കിപ്പുറം മമ്മൂട്ടി ചെയ്ത മറ്റൊരു സക്കറിയ എന്ന കഥാപാത്രം, അതായത് രാജൻ സക്കറിയ, നമ്മുടെ കസബയിലെ ആ ഒരു കഥാപാത്രത്തിന് ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തിൽ നിന്ന് എടുത്ത ചില സംഗതികൾ മമ്മൂട്ടി കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എനിവേസ്, ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇതിന്റെ കഥ ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. സോ നത്തിങ് ഈസ് സ്പോയിൽഡ് ഹിയർ, ഗിവ് ഇറ്റ് എ ട്രൈ.